വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആണ്. അപ്പോൾ നമുക്കിത് സെയിം നമ്മുടെ തേങ്ങ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ട ഒരു വലിയ തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ആ തേങ്ങേനെ നമ്മൾ ആ ചിരട്ട മാറ്റിയതിന് ശേഷം ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ തേങ്ങ ഞാൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്ത് എടുത്തിരിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മളിങ്ങനെ അടർത്തി ആ ചിരട്ടയിൽ നിന്ന് അടർത്തി എടുക്കുന്ന ആ തേങ്ങയുടെ ബാക്കിലത്തെ ആ ബ്രൗൺ കളറിലുള്ള പോർഷൻ ഇങ്ങനെ കത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പ്യുവർ വൈറ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മളിത് ഏതാണ്ട് അതിൻ്റെ മറ്റേ ബ്രൗൺ പോർഷനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കിച്ചൺ ടവൽ വെച്ച് തുടച്ച് ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്ത് നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് നമ്മൾ മിക്സി എപ്പോഴും യൂസ് ചെയ്യുന്നത് റൈറ്റ് സൈഡിലോട്ട് ക്ലോക്ക് വൈസ് ആണ് നമ്മൾ കറക്കുന്നത്. പക്ഷേ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഇടതുവശത്തോട്ട് കറക്കി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുത്ത് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഒരു ജലാംശവും പാടില്ല. ജലാംശം ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് അരഞ്ഞു പോവും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയമിൽ വയ്ക്കുക. ഒരിക്കലും ഹൈ ഫ്ലെയിം വയ്ക്കരുത്. തേങ്ങയൊക്കെ നന്നായിട്ട് കരിഞ്ഞു പോവും. ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. തേങ്ങ ഡയറക്റ്റ് പാനിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ ജലാംശം ഉള്ളത് കാരണം ഇത് അടിയിൽ ഇടയ്ക്കിടയ്ക്ക് തേങ്ങ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൻ്റെ ജലാംശമൊക്കെ പോകുമ്പോഴേക്കും പാനിൽ നിന്ന് നമുക്ക് ഇങ്ങനെ വിട്ട് കിട്ടുന്ന ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടും. ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചിട്ട് നമുക്ക് ഒത്തിരി നല്ല സ്വീറ്റ് റെസിപ്പീസൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ നമ്മൾ കടലക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും അതിലേക്ക് തിക്നെസ് കട്ടി കുറവാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് 2 സ്പൂൺ എടുത്ത് ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടേത് ഏതാണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് തണുത്തതിന് ശേഷം എയർ ടൈറ്റ് കണ്ടെയ്നറിൽ എടുത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ നമുക്കൊരു കുറച്ച് നാൾ 2-3 മാസം വരെ നന്നായിട്ട് കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയും. ഇതിൻ്റെ ടെക്സ്ചർ ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് ഒരിക്കൽ കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പൊടിയായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വീട്ടിൽ പ്രിപ്പയർ ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.